ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരു സംഭവം കണ്ടില്ലേ, ഞാൻ കാറിൻ്റെ കീ അൺലോക്ക് ചെയ്യാൻ നോക്കിയതാണ്. കാറിൻ്റെ കീ അൺലോക്ക് ചെയ്യാൻ വേറെ ബ്ലിങ്കിങ് സൗണ്ടോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാറിൽ നിന്ന് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കോൾഡ് ആയിട്ടുള്ള കൺട്രീസിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം രണ്ട് ഓപ്ഷൻസാണ് ഇതിലിപ്പോൾ വരുന്നത്. ഒന്നെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഡോറ് അടച്ചിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി ഡൗൺ ആണ്. അതായത് ഇന്ന് മിക്കതും രണ്ടാമത് നടക്കാനാണ് ചാൻസ്. കാരണം ഇന്നലെ -15 അടുത്തേക്കായിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതെവിടെ കണ്ടില്ലേ, മൊത്തം മഞ്ഞാണ്. അപ്പോൾ മിക്കതും സാധാരണ കേസിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കണ്ടോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ അതൊന്നും നടക്കണില്ല. അപ്പോൾ ഇത് കണ്ടോ, പൊതുവെ നോക്കുമ്പോൾ ഹൈസ് നിൽക്കുന്നതും കണ്ടില്ല. അപ്പോൾ മിക്കതും അതാവാനാണ് ചാൻസ് കൂടുതൽ. ബാറ്ററി പോയതിരിക്കാവാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ ഉണ്ടോ, വൈപ്പേഴ്സ് ഇളകുണ്ട്. ഉണ്ടേ ഇവിടെ അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതേ കണ്ടോ, എല്ലാം വാർണിംഗ് സൈൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി ബാറ്ററി കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയതാണ് സംഭവം. അപ്പോൾ ഇതാണ് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം പുറത്തൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഒരു കോൾഡ് -0 അങ്ങോട്ടും മൈനസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒന്നെങ്കിൽ വണ്ടി കാർ പോർച്ചിലോ അങ്ങനെ എന്തെങ്കിലും കയറ്റിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ വണ്ടി ഓടിച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ വൈഫിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനെ നമുക്ക് അത്യാവശ്യം എങ്ങനെയും പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മുടെ ഒരു വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എൻഡപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് മറക്കരുത്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ അടുത്ത് വേറെ വണ്ടികളിലൊക്കെ ഇവിടെ പെട്ടെന്ന് ആൾക്കാരിനെ കിട്ടാൻ പാടാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ജംപ് സ്റ്റാർട്ടറിൻ്റെ സംഭവം വാങ്ങിയിട്ടുണ്ട്. നാക്കോ എക്കോ ബൂസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ജംപ് സ്റ്റാർട്ടറിൻ്റെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ഈസിയാണ്, നമുക്ക് വേറൊരു വണ്ടിയുടെ ആവശ്യമില്ല, ബാറ്ററിയിൽ നിന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ അത് വന്നതിൻ്റെ ശേഷം നമുക്ക് വണ്ടി ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ സ്നോ അല്ലെങ്കിൽ മൈനസ് ഡിഗ്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടത് ബാറ്ററി മൈനസിൻ്റെ അടുത്ത് 30% ബാറ്ററിയുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ഈ സംഭവം നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ബൂസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാർ ഒന്ന് നോക്കാം ഒന്നും കൂടി. കാറ് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല, മാനുവലായിട്ട് നമ്മൾ തുറന്നിട്ട് നമ്മൾ നത്തിങ്. അപ്പോൾ അത് ഡെഡായെന്നർത്ഥം മൊത്തം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ട്രങ്ക് ഓപ്പൺ ചെയ്യണം. നമ്മൾ കീട്ടു നമ്മൾ നൈസ് സക്സസ്. അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ മെയിൻ ഇതിൻ്റെ പ്രശ്നം വെച്ചെങ്കിൽ നമ്മളിതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിടുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത് ജംപ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇത് ഓഫ് ചെയ്യണം. നമ്മളിത് അധികം നേരം ഓൺ ചെയ്ത് വയ്ക്കരുത്, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പോസിറ്റീവ് ഊരിയെടുക്കുക, പിന്നെ നെഗറ്റീവ് ഊരിയെടുക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇത്രയുള്ള ഇപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ്. കാരണം ഞാനിതിൻ്റെ കഴിഞ്ഞ ദിവസം ഇതിനെ ജംപ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ ഇവിടുന്ന് ഈ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരനെ വിളിച്ചപ്പോൾ അവരെനിക്ക് ചാർജ് ചെയ്തത് 1300 ക്രോണയാണ്. അതായത്
ഈ ബാറ്ററി വാങ്ങാൻ എനിക്ക് ആകെ വന്നത് 1000 ക്രോണയാണ്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ആയിട്ടും ഇത് വാങ്ങി വെച്ചിരിക്കണം. നല്ല ബാറ്ററിയാണ് ഇതിൻ്റെ. ഇത് 3 ലിറ്റർ വരെ മറ്റേ ഡീസലിനെയും 6 ലിറ്റർ പെട്രോളിനെയും സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററിയാണ്. ഓക്കെ.